പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഇന്ന് 278 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: നെഹമ്യ അധ്യായം 10, എസ്തേറിൻ്റെ പുസ്തകം അധ്യായങ്ങൾ 5, 15, 5, 6, 7 എന്നിവ. സുഭാഷിതങ്ങൾ അധ്യായം 21, വാക്യങ്ങൾ 13 മുതൽ 16 വരെ. ഞാൻ വായിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. നെഹമ്യ അധ്യായം 10. ഉടമ്പടി എഴുതി ഒപ്പുവയ്ക്കുന്നു. ഇതെല്ലാം മൂലം ഞങ്ങൾ ഒരു തീറുടമ്പടി എഴുതിയുണ്ടാക്കുകയും ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവായരും പുരോഹിതന്മാരും അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. മുദ്രിത രേഖയിൽ ഉൾപ്പെട്ടവർ: ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹമ്യ, സദക്കിയ, സെറായ, അസറിയ, ജെറമിയ, പാഷൂർ, അമരിയ, മൽക്കിയ, ഹത്തൂഷ്, ഷെബാനിയ, മല്ലൂക്ക്, ഹാരിം, മെറേമോത്ത്, ഒബാദിയ, ദാനിയേൽ, ഹിന്നത്തോൻ, ബാറൂഖ്, മെഷുല്ലാം, അബിയ, മിയാമിൻ, മാസിയ, ബിൽഗായ്, ഷെമായ എന്നീ പുരോഹിതന്മാർ. ലേവായരായി അസാനിയായുടെ പുത്രൻ യശുവ, എനാദാദിൻ്റെ മക്കളിൽ നിന്ന് ബിന്നൂയ്, കദ്മിയേൽ എന്നിവർ. അവരുടെ സഹോദരന്മാരായി ഷെബാനിയ, ഹോദിയ, കെലീത്ത, പെലായ, ഹാനാൻ, മിഖ, റഹോബ്, അഷാബിയ, സക്കൂർ, ഷെറേബിയ, ഷെബാനിയ, ഹോദിയ, ബാനി, ബെനീനു എന്നിവർ. ജനനേതാക്കന്മാരായി പരോഷ്, പഹാത്ത് മൊവാബ്, ഏലാം, സത്തു, ബാനി, ബുന്നി, അസ്ഗാദ്, ബേബായ്, അദോനിയ, ബിഗ്വായ്, അദീൻ, ആത്തർ, ഹെസക്കിയ, അസൂർ, ഹോദിയ, അഷൂം, ബേസായ്, ആറിഫ്, അനാത്തോത്ത്, നേബായ്, മക്പിയാഷ്, മെഷുല്ലാം, ഹേസീർ, മെഷേസാബേൽ, സാദോക്ക്, യദുവ, പെലാത്തിയ, ഹാനാൻ, അനായ, ഹോഷയ, ഹനനിയ, ആഷൂബ്, അല്ലോഹേഷ്, പിൽഹ, ഷോബേക്, റേഹൂം, അഷബ്ന, മാസയ, അഹിയ, ഹാനാൻ, ആനാൻ, മല്ലൂക്ക്, ഹാറിം, ബാന എന്നിവർ. ജനം, പുരോഹിതന്മാർ, ലേവായർ, വാതിൽക്കാവൽക്കാർ, ഗായകർ, ദത്തുശുശ്രൂഷകർ എന്നിവരുടെ ശിഷ്ടഭാഗവും ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് വരുന്നതിന് തദ്ദേശീയ ജനങ്ങളിൽ നിന്ന് ബന്ധം വിടർത്തിയ എല്ലാവരും, അവരുടെ ഭാര്യമാരും പുത്രീപുത്രന്മാരും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരുടെയും പ്രശസ്തരുടെയും മേൽ പിടിമുറുക്കുകയും ദൈവദാസനായ മോശ വഴി നൽകപ്പെട്ട ദൈവനിയമത്തിൽ നടക്കാനും നമ്മുടെ നാഥനായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും നിവർത്തിക്കാനും കാക്കാനും ഒരു ശാപത്തോടും ശബദത്തോടും കൂടെ വരികയും ചെയ്തു. അതിങ്ങനെയായിരുന്നു: ഞങ്ങളുടെ പുത്രിമാരെ തദ്ദേശീയ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുകയില്ല, അവരുടെ പുത്രിമാരെ ഞങ്ങളുടെ പുത്രന്മാർക്കായി സ്വീകരിക്കുകയുമില്ല. വിൽപ്പന ചരക്കുകളോ ഏതെങ്കിലും ധാന്യമോ സാബത്ത് ദിവസം വിൽക്കാൻ കൊണ്ടുവരുന്ന തദ്ദേശീയ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവരിൽ നിന്ന് സാബത്തിലോ വിശുദ്ധ ദിനത്തിലോ വാങ്ങുകയില്ല. 7-ാം വർഷം കൃഷിയും എല്ലാത്തരം കടമിടപാടും ഞങ്ങൾ ഉപേക്ഷിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയ ശുശ്രൂഷയ്ക്കായി വർഷത്തിൽ 1/3 ഷെക്കൽ ഞങ്ങൾ നൽകുന്നതിന് ഞങ്ങളുടെ മേലുള്ള കൽപ്പനകൾ ഞങ്ങൾ നിലനിർത്തുന്നു. തിരുസാന്നിധ്യ അപ്പത്തിനും നിരന്തര ധാന്യബലിക്കും മാസങ്ങളുടെ സാബത്തുകളുടെ നിരന്തര ഹോമയാഗത്തിനും സമാഗമങ്ങൾക്കും വിശുദ്ധ വസ്തുക്കൾക്കും ഇസ്രായേലിനെ പ്രതി പരിഹാരം ചെയ്യാനുള്ള പാപയാഗങ്ങൾക്കും വേണ്ടിയാണിത്. അതായത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയ ജോലി മുഴുവനുമായി. ഞങ്ങൾ പുരോഹിതന്മാരും ലേവായരും ജനവും കുറികളിടുന്നു. വിറക് നൈവേദ്യം സംബന്ധിച്ച് നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ കത്തിക്കുന്നതിന് ആണ്ടുതോറും നിശ്ചിത സമയത്ത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പിതൃഭവനമനുസരിച്ച് കൊണ്ടുവരുന്നതിനും
ഞങ്ങളുടെ നിലത്തിൻ്റെ ആദ്യ വിളകളും എല്ലാ വൃക്ഷഗണത്തിൻ്റെയും എല്ലാ ആദ്യഫലങ്ങളും കർത്താവിൻ്റെ ആലയത്തിലേക്ക് ആണ്ടുതോറും കൊണ്ടുവരുന്നതിനും ഞങ്ങളുടെ ആദ്യജാതരായ പുത്രന്മാരെയും ഞങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും കടിഞ്ഞൂലുകളായ മൃഗങ്ങളെയും നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിനുമാണിത്. കൂടാതെ ഞങ്ങളുടെ നുറുക്ക് ധാന്യങ്ങളും കാഴ്ചവസ്തുക്കളും എല്ലാ വൃക്ഷഗണത്തിൻ്റെയും ഫലവും വീഞ്ഞും എണ്ണയും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മുറികളിലേക്ക് പുരോഹിതന്മാർക്കും ഞങ്ങളുടെ നിലത്തിൻ്റെ ദശാംശം ലേവായർക്കും ഞങ്ങൾ എത്തിക്കുന്നതാണ്. ഞങ്ങളുടെ തൊഴിൽ നഗരങ്ങളിലെല്ലാം ദശാംശം പിരിക്കുന്നത് ലേവായർ തന്നെയാണ്. ലേവായർ ദശാംശം പിരിക്കുമ്പോൾ അഹ്റോന്യ പുരോഹിതൻ ലേവായരോടൊത്ത് ഉണ്ടായിരിക്കണം. ലേവായർ ദശാംശത്തിൻ്റെ ദശാംശം കലവറയ്ക്കുള്ളിലെ മുറികളിലേക്ക് കയറ്റിക്കൊണ്ടുവരണം. എന്തെന്നാൽ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ വഴിപാട് ഇസ്രായേല്യരും ലേവ്യരും കൊണ്ടുവരുന്നത് മുറികളിലേക്കാണ്. അവിടെയാണ് ശ്രീകോവിലിൻ്റെ പാത്രങ്ങളും ശുശ്രൂഷകരായ പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും ഗായകരും ഉള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഉപേക്ഷിക്കുകയില്ല. എസ്തേർ അധ്യായം 5. എസ്തേർ രാജസന്നിധിയിൽ. 3-ാം ദിവസമായപ്പോൾ എസ്തേർ രാജകീയമായി വസ്ത്രമണിഞ്ഞ് രാജകൊട്ടാരത്തിൻ്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിന് നേരെയായി നിന്നു. രാജാവ് രാജധാനിയിൽ മന്ദിരവാതിലിന് നേരെ തൻ്റെ രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൾ അവൻ്റെ ദൃഷ്ടികളിൽ പ്രീതിയുണർത്തി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണച്ചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേർക്ക് നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രത്തിൽ തൊട്ടു. എസ്തേർ അധ്യായം 15. 3-ാം ദിവസം പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ അവൾ പ്രാർത്ഥനാ വസ്ത്രം മാറ്റി മഹത്വവസ്ത്രം ധരിച്ചു. എല്ലാം കാണുന്ന ദൈവവും രക്ഷകനുമായവനെ പ്രാഭവപൂർണയായി കാണപ്പെട്ട അവൾ വിളിച്ചപേക്ഷിച്ചു. തുടർന്നവൾ 2 തോഴിമാരെയും കൂടെ കൂട്ടി. ഒരുവരുടെ മേൽ അവൾ മൃദുവായി ചാരി മുന്നോട്ട് നീങ്ങി. നീണ്ടുകിടക്കുന്ന വസ്ത്രത്തിൻ്റെ അഗ്രം ഉയർത്തിപ്പിടിച്ച് മറ്റവൾ അവളെ അനുഗമിച്ചു. അവികല സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിക്കുകയായിരുന്നു. അവളുടെ മുഖം സ്നേഹോഷ്മളമാം വിധം പ്രസന്നമായിരുന്നെങ്കിലും അവരുടെ ഹൃദയം ഭീതി കൊണ്ട് അസ്വസ്ഥമായിരുന്നു. വാതിലുകൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. സ്വർണവും അമൂല്യ രത്നങ്ങളും കൊണ്ട് സമലങ്കൃതമായ വസ്ത്രങ്ങളണിഞ്ഞ് തൻ്റെ രാജസിംഹാസനത്തിലിരിക്കുകയായിരുന്ന അവൻ്റെ ദർശനം ഏറെ ഭീതിജനകമായിരുന്നു. പ്രതാപശോഭയാർന്ന മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ നോക്കി. രാജ്ഞിയാകെ പരിഭ്രമിച്ചു. അവൾ തളർന്ന് വിളറി ബോധം കെട്ട് സഹഗമിച്ചിരുന്ന തോഴിയുടെ ചുമലിലേക്ക് വീണു. അപ്പോൾ ദൈവം രാജാവിൻ്റെ മനസ്സ് ശാന്തമാക്കി. അവൻ ഉത്കണ്ഠയോടെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തൻ്റെ കരങ്ങളിൽ താങ്ങി. സാന്ത്വന വചസ്സുകളാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എസ്തേർ, എന്താണിത്? ഞാൻ നിന്റെ സഹോദരനാണ്. ധൈര്യമായിരിക്കൂ, നീ മരിക്കുകയില്ല. പ്രജകൾക്കുള്ളതാണ് നമ്മുടെ നിയമം. നീ അടുത്തു വരിക. അവൻ സ്വർണ്ണച്ചെങ്കോൽ ഉയർത്തി അവരുടെ കഴുത്തിൽ വെച്ചു. അവൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്നോട് സംസാരിക്കുക. അവൾ പറഞ്ഞു, എൻ്റെ നാഥ, ഒരു ദൈവദൂതനെ പോലെയാണ് അങ്ങയെ ഞാൻ കണ്ടത്. അങ്ങയുടെ പ്രാഭവത്തോടുള്ള ഭീതി നിമിത്തം എൻ്റെ ഹൃദയം സംഭ്രമം പൂണ്ടു. എൻ്റെ നാഥ, അങ്ങൊരു അത്ഭുത പുരുഷൻ തന്നെ. അങ്ങയുടെ മുഖം തേജസ്സുറ്റതാണ്. സംസാരിച്ചുകൊണ്ട് നിൽക്കെ അവൾ തളർന്നു വീണു. രാജാവ് പരിഭ്രമിച്ചു പോയി. അവൻ്റെ ദാസരെല്ലാം അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എസ്തേർ അധ്യായം 5. എസ്തേറിൻ്റെ വിരുന്ന്. രാജാവ് അവളോട് ചോദിച്ചു, എസ്തേർ രാജ്ഞി, എന്താണ് നിനക്ക്? എന്താണ് നിന്റെ ഇംഗിതം? രാജ്യത്തിൻ്റെ പകുതി വരെയായാലും അത് നിനക്ക് നൽകപ്പെടും. എസ്തേർ പറഞ്ഞു, രാജാവിനെ സംബന്ധിച്ച് ഉത്തമമെങ്കിൽ ഇന്ന് അവിടത്തേക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം. രാജാവ് പറഞ്ഞു, എസ്തേറിൻ്റെ താല്പര്യം നിറവേറ്റാൻ ഹാമാനെ നിങ്ങൾ തിടുക്കത്തിൽ വരുത്തുവിൻ. അങ്ങനെ എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനും വന്നെത്തി. വീഞ്ഞ സൽക്കാരവേളയിൽ രാജാവ് എസ്തേറിനോട് ചോദിച്ചു, നിന്റെ അപേക്ഷ എന്താണെങ്കിലും അത് നിനക്ക് നൽകപ്പെടും. നിന്റെ അഭീഷ്ടം എന്താണെങ്കിലും രാജ്യത്തിൻ്റെ പകുതി വരെയാണെങ്കിലും അത് നിറവേറ്റപ്പെടും. എസ്തേർ മറുപടിയായി പറഞ്ഞു, എൻ്റെ അപേക്ഷയും അഭീഷ്ടവും ഇതാണ്. രാജദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ അനുവദിക്കാനും എൻ്റെ അഭീഷ്ടം നിറവേറ്റാനും രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരുക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം.
രാജവചനമനുസരിച്ചുള്ളത് നാളെ ഞാൻ ചെയ്തുകൊള്ളാം. ഹാമാൻ അന്ന് സന്തുഷ്ടനായും ആനന്ദചിത്തനായും പോയി. എന്നാൽ രാജകവാടത്തിൽ വച്ച് മൊർദെഖായിയെ എഴുന്നേൽക്കാതെയും തന്നെ ഭയപ്പെടാതെയും കാണാനിടയായി. അപ്പോൾ ഹാമാൻ മൊർദെഖായിക്കെതിരെ ക്രോധം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഹാമാൻ തന്നെ നിയന്ത്രിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. അവൻ തൻ്റെ സ്നേഹിതരെയും ഭാര്യയായ സെറേഷിനെയും വിളിച്ചു വരുത്തി. തൻ്റെ ധനമഹിമ, സന്താനബാഹുല്യം, രാജാവ് തന്നെ വലിയവനാക്കിയ കാര്യമെല്ലാം, പ്രഭുക്കന്മാരുടെയും രാജസേവകന്മാരുടെയും അധിപനായി അദ്ദേഹം തന്നെ ഉയർത്തിയ കാര്യമെന്നിവ ഹാമാൻ അവരോട് വിവരിച്ചു. ഹാമാൻ തുടർന്ന് പറഞ്ഞു, എസ്തേർ രാജ്ഞി താനൊരുക്കിയ വിരുന്നിലേക്ക് രാജാവിനോടൊപ്പം എന്നെയല്ലാതെ മറ്റാരെയും വരുത്തിയില്ല. നാളെയും രാജാവിനോടൊപ്പം ഞാൻ അവൾക്ക് ക്ഷണിതാവാണ്. എങ്കിലും മൊർദെഖായി എന്ന യഹൂദനെ രാജകവാടത്തിങ്കൽ ഇരിക്കുന്നതായി ഞാൻ കാണാനിടയാകുന്ന കാലമത്രയും ഇതൊന്നും എനിക്ക് തൃപ്തി തരുന്നില്ല. അപ്പോൾ അവൻ്റെ ഭാര്യ സെറഷും അവൻ്റെ സകല സ്നേഹിതന്മാരും അവനോട് പറഞ്ഞു, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം അവർ ഉണ്ടാക്കട്ടെ. രാവിലെ രാജാവിനോട് പറയുക, മൊർദെഖായിയെ അവർ അതിന്മേൽ തൂക്കിലേറ്റിക്കൊള്ളും. പിന്നെ സന്തോഷവാനായി രാജാവിനോടൊത്ത് വിരുന്നിന് പോവുക. ഈ ഉപദേശം ഹാമാന് സ്വീകാര്യമായി. അവൻ കഴുമരം ഉണ്ടാക്കുകയും ചെയ്തു. എസ്തേർ അധ്യായം 6. മൊർദെഖായിക്ക് സമ്മാനം. ആ രാത്രി രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ടു. നാളാഗമങ്ങളുടെ സ്മരണികാ ഗ്രന്ഥം കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവ രാജസന്നിധിയിൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പടിവാതിൽ കാവൽക്കാരിൽ നിന്ന് രാജാവിൻ്റെ 2 ഷണ്ഡന്മാർ ബിഗ്താനായും തേരശും അഹസ്വേരോസ് രാജാവിനെതിരെ കൈ ഉയർത്താൻ തക്കം പാർത്തത് സംബന്ധിച്ച് മൊർദെഖായി വിവരമറിയിച്ചതായി എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തി. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതേ പ്രതി എന്ത് ബഹുമതിയും സ്ഥാനവുമാണ് മൊർദെഖായിക്ക് നൽകപ്പെട്ടത്? രാജാവിൻ്റെ ശുശ്രൂഷകരായ ഭൃത്യന്മാർ പറഞ്ഞു, അവനൊരു കാര്യവും നൽകപ്പെട്ടില്ല. അങ്കണത്തിൽ ആരുണ്ട് എന്ന് രാജാവ് ചോദിച്ചു. അപ്പോഴേക്കും ഹാമാൻ രാജകൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. മൊർദെഖായിക്ക് വേണ്ടി താൻ നാട്ടിയ കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവിനോട് പറയാൻ വേണ്ടിയായിരുന്നു അത്. രാജഭൃത്യന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, അതാ ഹാമാൻ അങ്കണത്തിൽ നിൽക്കുന്നു. രാജാവ് പറഞ്ഞു, അവൻ വരട്ടെ. ഹാമാൻ വന്നപ്പോൾ രാജാവ് അവനോട് ചോദിച്ചു, രാജാവ് താൻ ആഗ്രഹിക്കുന്ന ബഹുമതി ഒരു വ്യക്തിക്ക് നൽകുന്നതിന് എന്താണ് വേണ്ടത്? ഹാമാൻ ഉള്ളിൽ കരുതി, എനിക്കല്ലാതെ മറ്റാർക്കാണ് രാജാവ് ബഹുമാനം നൽകാൻ ആഗ്രഹിക്കുന്നത്? ഹാമാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രവും രാജാവ് സവാരി ചെയ്തിട്ടുള്ളതും രാജകീയ ചിഹ്നം ശിരസിൽ വെക്കപ്പെട്ടിട്ടുള്ളതുമായ കുതിരയെയും അവർ കൊണ്ടുവരട്ടെ. രാജാവിൻ്റെ കുലീനരായ പ്രഭുക്കന്മാരിൽ ഒരാളുടെ കൈവശം വസ്ത്രം, കുതിര എന്നിവ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ അവർ വസ്ത്രമണിയിച്ച് നഗരചത്വരത്തിലൂടെ കുതിരപ്പുറത്ത് അവനെ സവാരി ചെയ്യിക്കട്ടെ. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് ഇപ്രകാരം ചെയ്യപ്പെടുമെന്ന് അവർ അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയുകയും ചെയ്യട്ടെ. അപ്പോൾ രാജാവ് ഹാമാനോട് പറഞ്ഞു, വേഗമാകട്ടെ, നീ പറഞ്ഞതുപോലെ വസ്ത്രം, കുതിര എന്നിവ എടുത്ത് രാജകവാടത്തിങ്കലിരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് വേണ്ടി അപ്രകാരം ചെയ്യുക. നീ പറഞ്ഞ ഒരു കാര്യത്തിലും വീഴ്ച വരുത്തരുത്. അങ്ങനെ ഹാമാൻ വസ്ത്രം, കുതിര എന്നിവ എടുത്തു മൊർദെഖായിയെ അണിയിച്ചൊരുക്കി അവനെ നഗരചത്വരത്തിൽ സവാരി ചെയ്യിച്ചു. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് ഇപ്രകാരം ചെയ്യപ്പെടുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയുകയും ചെയ്തു. അനന്തരം മൊർദെഖായി രാജകവാടത്തിങ്കിലേക്ക് മടങ്ങി. ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ടും തലമൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് തത്രപ്പെട്ടോടി. തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തൻ്റെ ഭാര്യയായ സെറഷിനോടും എല്ലാ സ്നേഹിതരോടും വിവരിച്ചു. അപ്പോൾ അവൻ്റെ ജ്ഞാനോപദേഷ്ടാക്കളും ഭാര്യ സെറേഷും അവനോട് പറഞ്ഞു, നീ ആരുടെ മുമ്പിൽ വീഴാൻ തുടങ്ങിയിരിക്കുന്നുവോ ആ മൊർദെഖായി യഹൂദരുടെ സന്തതിയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ നീ പിടിച്ചു നിൽക്കുകയില്ല. നീ അവൻ്റെ മുമ്പിൽ പാടെ വീഴും തീർച്ച. ഹാമാൻ്റെ പതനം. അവർ അവനുമായി സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ ഷണ്ഡന്മാർ ഹാമാനെ സമീപിച്ച് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി കൊണ്ടുപോകാൻ തിടുക്കം കൂട്ടി. എസ്തേർ അധ്യായം 7. രാജാവും ഹാമാനും എസ്തേർ രാജ്ഞിയോടൊത്ത് വിരുന്ന് ആസ്വദിക്കാൻ എത്തിച്ചേർന്നു. 2-ാം ദിവസവും വീഞ്ഞ സൽക്കാരവേളയിൽ രാജാവ് എസ്തേറിനോട് ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്താണെങ്കിലും അത് നിനക്ക് നൽകപ്പെടും. നിന്റെ അഭീഷ്ടം എന്താണെങ്കിലും രാജ്യത്തിൻ്റെ പകുതി വരെയാണെങ്കിലും
അത് നിറവേറ്റപ്പെടും. അപ്പോൾ എസ്തേർ രാജ്ഞി മറുപടിയായി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയെങ്കിൽ, രാജാവിനെ സംബന്ധിച്ച് ഇഷ്ടകരമാണെങ്കിൽ എൻ്റെ അപേക്ഷ പ്രകാരം എൻ്റെ ജീവൻ എനിക്ക് നൽകപ്പെടട്ടെ, എൻ്റെ അഭീഷ്ടപ്രകാരം എൻ്റെ ജനത്തിൻ്റെയും. എന്തെന്നാൽ ഞാനും എൻ്റെ ജനവും ഉന്മൂലന വിധേയമാകാനും വധിക്കപ്പെടാനും നശിപ്പിക്കപ്പെടാനുമായി വിൽക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ അടിമകളായും പരിചാരികമാരുമായാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ മൗനം പാലിക്കുമായിരുന്നു. രാജാവിനെ ബുദ്ധിമുട്ടിക്കാൻ മാത്രം ആ ക്ലേശം ഒന്നുമല്ലല്ലോ. അഹസ്വേരോസ് രാജാവാണ് പിന്നീട് സംസാരിച്ചത്. അദ്ദേഹം എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു, അവൻ ആരാണ്? അങ്ങനെ ചെയ്യാൻ തൻ്റെ മനസ്സിൽ നിരൂപിച്ച ഏതവനാണുള്ളത്? എസ്തേർ പറഞ്ഞു, വൈരിയും ശത്രുവുമായ ഒരാൾ, ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ ഭയന്ന് വിറച്ചു. രാജാവ് വീഞ്ഞു സൽക്കാരത്തിൽ നിന്ന് ക്രോധത്തോടെ എഴുന്നേറ്റ് രാജമന്ദിരോദ്യാനത്തിലേക്ക് പോയി. എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തൻ്റെ ജീവനെ പ്രതി യാചിക്കാൻ നിന്നു. കാരണം രാജാവിൽ നിന്ന് തനിക്ക് ദാരുണാന്ത്യം വരുന്നെന്ന് അവൻ കണ്ടു. എസ്തേർ ഇരുന്നിരുന്ന തൽപ്പത്തിന്മേൽ ഹാമാൻ വീഴുമ്പോഴാണ് രാജാവ് മന്ദിരോദ്യാനത്തിൽ നിന്ന് വീഞ്ഞുപാനശാലയിലേക്ക് മടങ്ങി വന്നത്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്നോടൊത്ത് ഭവനത്തിലായിരിക്കുന്ന രാജ്ഞിയെ ബലാത്കാരം ചെയ്യുക കൂടിയോ? രാജാവിൻ്റെ വായിൽ നിന്ന് കൽപ്പന പുറപ്പെട്ട ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. രാജാവിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഷണ്ഡന്മാരിലൊരുവനായ ഹർബോന പറഞ്ഞു, രാജാവിന് അനുകൂലമായി സംസാരിച്ച മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഉണ്ടാക്കിയ കഴിമരം അതാ ഹാമാന്റെ വീട്ടിൽ 50 മുഴം ഉയർന്നു നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ നാട്ടിയ കഴിമരത്തിൽ അവനെ അവർ തൂക്കി. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. സുഭാഷിതങ്ങൾ അധ്യായം 21, വാക്യങ്ങൾ 13 മുതൽ 16 വരെ. ദരിദ്രന്റെ നിലവിളിയിൽ നിന്ന് ചെവിയടയ്ക്കുന്നവൻ തന്നെ അലറി വിളിക്കും, എന്നാൽ പ്രത്യുത്തരം ലഭിക്കുകയില്ല. രഹസ്യത്തിലുള്ള സമ്മാനം കോപത്തെയും മടിക്കുള്ളിലെ കൈക്കൂലി കടുത്ത രോഷത്തെയും മാറ്റിക്കളയുന്നു. ന്യായം നിർവഹിക്കുന്നത് നീതിമാൻ ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയുമാണ്. ബോധന വഴിയിൽ നിന്ന് വിട്ടുമാറുന്ന മനുഷ്യൻ പരേതരുടെ സംഘത്തിൽ വിശ്രമം കൊള്ളും. നല്ല കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഒരു ദിവസം കൂടി അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് അങ്ങയുടെ വചനം ധ്യാനിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കാൻ അങ്ങ് തന്ന കൃപാവരത്തിനായി ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തെ സംരക്ഷിക്കുന്നവനാണ്. ദുഷ്ടൻ്റെ ഉപദ്രവം എത്രമാത്രം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ ഉയരുമ്പോഴും അവിടുന്ന് കർത്താവെ സമയോചിതമായി അവിടുന്ന് ഏറ്റവും അനുകൂലമായ നിമിഷത്തിൽ ഏറ്റവും ആവശ്യമുള്ള നേരത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യക്ഷമായി ഇടപെടുന്ന അനേകം അനുഭവങ്ങൾ കർത്താവെ എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്നതിന്, ഞങ്ങളുടെ കൂടെയായിരിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നതിന്, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ ഈശോ അവിടുത്തെ ശരീരത്തിലും രക്തത്തിലും ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്നതിന്, കർത്താവെ വിശുദ്ധരുടെ സാന്നിധ്യവും കൂട്ടായ്മയും ഞങ്ങൾക്ക് തന്നതിന്, സഭയാകുന്ന ആ മാതൃഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന്, കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നെഹമ്യായുടെ പുസ്തകത്തിൽ ഉടമ്പടി ബന്ധത്തിലേക്ക് വീണ്ടും ജനം കടന്നു വരുന്നതാണ്. നിയമഗ്രന്ഥം വായിച്ച് കേട്ട് കഴിയുമ്പോൾ ഉണ്ടായ അനുതാപത്തെ തുടർന്ന് അവർ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ചില തലങ്ങളെ ഒരിക്കൽ കൂടി ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായും അവർ ചിന്തിക്കുന്നതും അവർ ദൈവത്തോട് വാക്കുകൊടുക്കുന്നതും വിഗ്രഹങ്ങളെ ആരാധിക്കുകയില്ല, ഏക സത്യദൈവമായ ദൈവത്തെ മാത്രമേ തങ്ങൾ ആരാധിക്കൂ എന്നതാണ്. രണ്ടാമതായി അവർ സാബത്ത് ആചരണത്തിൻ്റെ മേഖലയിൽ വന്നുപോയ തെറ്റുകൾ തിരുത്തുമെന്നും സാബത്ത് വിശുദ്ധമായി ആചരിക്കുമെന്നും സാബത്തിൽ ചുമടും ചുമന്ന് നഗര കവാടങ്ങളിലൂടെ പോവുകയില്ലെന്നും സാബത്തിൽ വ്യാപാരം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും ദൈവസന്നിധിയിൽ വാക്കുകൊടുക്കുകയാണ്. പിന്നീട് ദേവാലയത്തിനും ദൈവത്തിനും കൊടുക്കേണ്ട വസ്തുക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അവർ ക്രമപ്പെടുത്തുകയും അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ദൈവബന്ധത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നതാണ് നെഹമ്യായുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഇന്ന് വായിച്ച ഭാഗത്തെ പ്രധാനപ്പെട്ട പ്രമേയം.
എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, എസ്തേറിൻ്റെ പുസ്തകത്തിലെ അധ്യായങ്ങൾ ക്രമരഹിതമായി കാണപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്ന സംഭവങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹാമാൻ മൊർദെഖായിയെ തൂക്കിലേറ്റാനായി 50 മുഴം ഉയരമുള്ള ഒരു വലിയ തൂക്കുമരം തൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്നു. മൊർദെഖായിയെ നശിപ്പിക്കാൻ രാജാവിൻ്റെ പക്കൽ നിന്ന് ഉത്തരവ് നേടാൻ അയാൾ പോകുന്ന സമയത്താണ് എസ്തേർ രാജ്ഞി രാജാവിനെ താൻ ഒരുക്കിയ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നത്. രാജാവിനോടൊപ്പം ഹാമാനും വരണമെന്ന് രാജ്ഞി നിർബന്ധം പറയുന്നു. ഇതിൽ വളരെ ആഹ്ലാദചിത്തനായി വിരുന്നിന് സംബന്ധിക്കാനെത്തുന്ന ഹാമാൻ്റെ പദ്ധതികൾ അവിടെ വെച്ച് തകിടം മറിയുകയും മൊർദെഖായിക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ആ കഴിമരത്തിൽ ഹാമാൻ തൂങ്ങിയാടുകയും ചെയ്യുന്നിടത്താണ് ഈ ദുഷ്ടനായ കഥാപാത്രം ഒരുക്കിയ ഗൂഢതന്ത്രങ്ങൾ അവൻ്റെ തന്നെ നാശത്തിൽ അവസാനിക്കുന്ന വിധം അത് പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീതിമാനെതിരെ, ദൈവത്തെ ആശ്രയിക്കുന്നവന് എതിരെ, നന്മ ചെയ്യുന്നവനെതിരെ എത്ര ഗൂഢമായ തന്ത്രങ്ങൾ പിശാച് ആവിഷ്കരിച്ചാലും, ദുഷ്ടമനുഷ്യരെ അതിൻ്റെ ഏജന്റുമാരായി ഉപയോഗിച്ചാലും, ആത്യന്തികമായി ദൈവം കൂടെ ഉണ്ടാവുക നീതിമാനോടൊപ്പമാണ്. ദൈവത്തിൻ്റെ ശക്തിയിലും നന്മയിലും ആശ്രയിക്കുന്ന, ട്രസ്റ്റ് ചെയ്യുന്ന ജനത്തിനു വേണ്ടി ദൈവം എല്ലാ കാര്യങ്ങളെയും മേൽകീഴ് മറിക്കുകയും ഏതറ്റം വരെ പോവുകയും ചെയ്യും. ഇവിടെ മൊർദെഖായി രാജാവിൻ്റെ ജീവനെ സംരക്ഷിക്കാൻ പരിശ്രമിച്ച പഴയകാലത്ത് നടന്ന ഒരു കാര്യം, രാജാവിൻ്റെ മനസ്സിൽ നിന്ന് മറഞ്ഞു കിടന്ന ഒരു കാര്യം ആ രാത്രിയിൽ രാജാവിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റും. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുകയോ നിങ്ങൾ ആരെയെങ്കിലും ഭയപ്പെടുകയോ ഒരുപക്ഷെ ജീവിതത്തിൽ വന്നുപോയ നിങ്ങളുടെ തന്നെ ഏതെങ്കിലും തെറ്റുകളെ സംബന്ധിച്ച് ആരെങ്കിലും നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ സാധാരണമായ കാര്യങ്ങളാണ്. ഈ സന്ദർഭങ്ങളിൽ ഒരു ദൈവ മനുഷ്യൻ, ഒരു ദൈവ വഴിയെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സ്വന്തം ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതപിക്കണം. സമ്പൂർണമായി ദൈവത്തിൻ്റെ പരിപാലിക്കുന്ന കരങ്ങളിൽ ആശ്രയിക്കണം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകെ പോയിട്ടില്ല. കേൾക്കാനാവാത്തതുപോലെ അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഏതാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ആത്മഹത്യയല്ല ഒരു പരിഹാരം. നമ്മൾ സ്വയം നശിപ്പിക്കുന്നതോ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതോ അല്ല പ്രശ്നങ്ങളുടെ ശാശ്വതമായ പരിഹാരം. മറിച്ച് ദൈവം ഒരുക്കുന്ന വഴികൾ വിസ്മയകരങ്ങളാണ്. നമ്മുടെ മുമ്പിൽ ഒരു വഴിയും കാണാതിരിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഒരു വഴിയും കാണുന്നില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ 1000 വഴികളുണ്ടാകും. അതുകൊണ്ട് പ്രശ്നങ്ങളെ നോക്കി നമ്മൾ ഒരിക്കലും പറയരുത്, ദൈവമേ എനിക്കൊരു വലിയ പ്രശ്നമുണ്ടെന്ന്. മറിച്ച് നമ്മൾ പറയേണ്ടത്, പ്രശ്നമേ എനിക്കൊരു വലിയ ദൈവമുണ്ട് എന്നാണ്. ദൈവം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനസ്സുമടുത്ത് നിരാശപ്പെട്ട് ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ കരുതി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഹാമാൻ്റെ ജീവിതത്തിലൂടെ, ദൈവത്തെ ആശ്രയിച്ച മൊർദെഖായിയുടെ കഥയിലൂടെ ബൈബിൾ പറയുന്നു, നന്മയെ പരാജയപ്പെടുത്താൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ഇന്ന് വരെ ആരും ജനിച്ചിട്ടില്ല. നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക, ദൈവ മഹത്വത്തിനായി ജീവിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.